റിയാക്ഷൻസ് ഓഫ് ഫിനോൾ. നമ്മൾ റിയാക്ഷൻസ് ആണ്, ഫിനോളിൻ്റെ ചില റിയാക്ഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ഫിനോൾ എന്താണെന്ന് അറിയാലോ. എന്തിനാണ് നമ്മൾ ഫിനോൾ എന്ന് പറയുന്നത്? ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഫിനോൾസ് എന്ന് പറയുന്നത്. സോ ആ ഫിനോളിൻ്റെ നമ്മൾ റിയാക്ഷൻസ് ആണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഫിനോൾ ബെൻസിനേക്കാൾ നമ്മൾ ഇനിയിപ്പം നോക്കാൻ പോകുന്നത് ബെൻസിൻ്റെ റിയാക്ഷൻസ് ആണ്. ഫിനോളിൻ്റെ റിയാക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ ഫിനോള് ബെൻസീനേക്കാൾ റിയാക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം സ്ട്രക്ചർ ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് വരുന്നതാണ് ഫിനോള്. അപ്പോൾ ഓക്സിജന് നമുക്കറിയാമല്ലോ ബെൻസീൻ റിങ്ങിൽ ആരുണ്ട്? ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലേ? സോ ബെൻസീൻ റിങ് ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഗ്രൂപ്പിൽ ഓക്സിജന് ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ബെൻസീന് ഓക്സിജന് ലോൺ പെയേഴ്സ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ലോൺ പെയർ എന്ത് ചെയ്യും? ബെൻസീൻ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യും. ഇതിലിപ്പോൾ 2 ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ ബെൻസീനുണ്ട്. ഓക്കെ, അതിൽ ഒരു ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ബെൻസീനിലേക്ക് പോകും. അപ്പം ഈ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ബെൻസീനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താകും? അവിടെ ഡബിൾ ബോണ്ട് ആകും. അപ്പോൾ അങ്ങനെ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ +R എഫക്റ്റ് എന്നാണ് പറയുന്നത്. റെസൊണൻസ് ഡൊണേറ്റിംഗ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. കാരണം ഓക്സിജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ആ ബെൻസീൻ റിങ്ങിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയി ഈ ബെൻസീൻ റിങ് മൊത്തവും എന്ത് ചെയ്യും? ആ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് പോകും. അപ്പൊ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. റിങ് ഇലക്ട്രോഫൈലിനെ, അതായത് ഈ പ്ലസ് ഇലക്ട്രോഫൈലിനെ എന്ത് ചെയ്യും? എളുപ്പത്തിൽ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഫിനോൾ ബെൻസീനേക്കാൾ കൂടുതൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുന്നത്, കൂടുതലായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഈ കാര്യം മനസ്സിലായോ? അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യും? വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യണം. ഇലക്ട്രോഫൈൽ എവിടെയാണോ കൂടുതലുണ്ടോ അവിടെ വന്ന് വേണം എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോഫൈൽ എവിടെയാണോ ഇലക്ട്രോൺസ് എവിടെയാണോ അവിടെ വന്ന് അറ്റാക്ക് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഹലോ, ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫൈല് ഇപ്പോൾ നമ്മൾ ബെൻസീൻ ഇപ്പോൾ വെറുതെ നിൽക്കുകയാണ്, ഒരു ബെൻസീൻ റിങ് മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ. ഇപ്പം ബെൻസീനിൻ്റെ കൂടെ ആരുമില്ല, ബെൻസീൻ ഒറ്റക്ക് നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസാണ് എന്നുണ്ടെങ്കിൽ ബെൻസീൻ ഒറ്റയ്ക്ക് നിൽക്കുക, ബെൻസീൻ്റെ തലയ്ക്ക് മുകളിലോ ഒന്നും ആരുമില്ല. അപ്പോൾ ബെൻസീൻ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ വന്നാൽ ഇവിടെ എല്ലാം കാർബൺ ആണല്ലോ. ഇവിടെ കാർബൺ ആണ്, ഇവിടെ കാർബൺ ആണ്, ഇവിടെ കാർബൺ ആണ്, ഇവിടെ എല്ലായിടത്തും കാർബൺസ് ആണ്. സോ ഈ കാർബണിൽ എവിടെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. നേരെ മറിച്ച് ബെൻസീനിൽ ഒരു ഹാലജൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അതായത് OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയത് പോലെയൊന്നും ഏതെങ്കിലും ഒരു കാർബണിൽ കയറിയൊന്നും
ഈ വരുന്ന ഇലക്ട്രോഫൈലിനെ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എവിടെ അറ്റാക്ക് ചെയ്യാം? പിന്നെ ഈ ബെൻസീനിൽ മുകളിൽ ഇപ്പോൾ ഒരു OH അല്ലെങ്കിൽ ഒരു ക്ലോറിനോ അല്ലെങ്കിൽ ഒരു ക്ലോറിൻ ഹൈഡ്രജൻ ബ്രോമിൻ പോലെയുള്ള ഹാലോജൻസ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഓർത്തോ പാരാ പൊസിഷൻ അല്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഓർത്തോയിലോ പാരയിലോ മെറ്റാ പൊസിഷനിലോ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും എന്താ? ഈ രണ്ട് പൊസിഷനാണ് ഓർത്തോ പൊസിഷൻ. ആ, പാരാ പൊസിഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് മെറ്റയാണ് എന്ത്? ഇത് നടുക്കത്തതാണ് മെറ്റാ പൊസിഷൻ. ഇത് മെറ്റാ പൊസിഷൻ. ഇത് ഓർത്തോ പൊസിഷൻ. ആൻഡ് താഴത്തുള്ളതാണ് നമ്മുടെ പാരാ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ഇവിടെ ഈ ബെൻസിന്റെ തലയ്ക്ക് മുകളിൽ ഈ പറയുന്ന പോലെ OH അല്ലെങ്കിൽ ഹാലജൻസോ ആരെങ്കിലും ഇപ്പൊ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിന്റെ റെസൊണൻസ് എഫക്റ്റ് കാരണം ഈ കാർബണുകളിൽ ഏത് കാർബണാണ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതൽ, ആ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലുള്ളതിൽ മാത്രമല്ലേ ഇലക്ട്രോഫൈൽ കയറി അറ്റാക്ക് ചെയ്യുള്ളൂ. ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇലക്ട്രോൺ ലവിങ് സ്പീഷ്യസ്. അപ്പൊ അവർക്ക് ഇലക്ട്രോൺസിനെ വേണം. ഇലക്ട്രോൺസിനെ വേണ്ടവരാണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം ഉള്ളത് എവിടെയാണോ ഇലക്ട്രോഫൈൽ കയറി അവിടെ ഇലക്ട്രോഫൈൽ കയറി എന്ത് ചെയ്യുള്ളൂ, അറ്റാക്ക് ചെയ്യുള്ളൂ. ബിക്കോസ് എന്താണ്, വരുന്നവര് ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോൺ എവിടെ കൂടുതലുണ്ടോ അവിടെയായിരിക്കും അവര് അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്ന സമയത്ത് റെസൊണൻസ് എഫക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, റെസൊണൻസ് എഫക്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ റെസൊണൻസിന്റെ ഭാഗമായിട്ട് എന്തോ കഴിഞ്ഞ സെമ്മിൽ ഇലക്ട്രോഫൈൽസിന്റെ കേസ് പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം അതായത് ഇലക്ട്രോഫൈല് എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ, അതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫൈൽ കൊണ്ട് ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യുന്നു, അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻ. അപ്പോൾ ഓർത്തോ മെറ്റാ പാരാ പൊസിഷനാണ് ഉള്ളത്. OH ഗ്രൂപ്പ് ചേർന്ന കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ട്. അതാ കണ്ടോ, ഒരു ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ടോ? കണ്ടോ, ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. OH എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ആ ഓർത്തോയുടെ ആ ഫസ്റ്റ് പൊസിഷന്റെ നേരെ അഡ്ജസന്റ് ആയിട്ടുള്ള കാർബൺസ് ഇല്ലേ, ഇവരാണ് ഓർത്തോ പൊസിഷൻ. ആൻഡ് ഓപ്പോസിറ്റ് കാർബൺ ആണ് പാരാ പൊസിഷൻ. ആൻഡ് റിമൈനിങ് 2 പൊസിഷൻസ് ഉള്ളതാണ് മെറ്റാ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രോഫൈല് എന്തുകൊണ്ടാണ് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അറ്റാക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസൊണൻസ് എഫക്റ്റ് കാരണമാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓർത്തോ പാരയിലായിരിക്കും വരുന്നത്. ഇലക്ട്രോഫൈല് ഓർത്തോ പാരയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഇതാ കണ്ടോ, ഇവിടെ ഇലക്ട്രോഫൈല് വന്ന് അറ്റാക്ക് ചെയ്തു, ഇവിടെ ഇലക്ട്രോഫൈല് വന്ന് അറ്റാക്ക് ചെയ്തു, ഇവിടെ ഇലക്ട്രോഫൈല് വന്ന് അറ്റാക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ റെസൊണൻസ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇവിടെ നോക്കിക്കേ, ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി, ഇവിടെ ഡബിൾ ബോണ്ടായി അല്ലേ, ഡബിൾ ബോണ്ടായി. അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് പോയി, അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നത്. ഇവിടെ നല്ല ഇലക്ട്രോൺസ് പോയി അവിടെ ബോണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഓക്സിജന്റെ മേളിൽ എന്ത് വന്നു, പോസിറ്റീവ് ചാർജ് വന്നു. അപ്പൊ ഈ ബെൻസീൻ റിങ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് പാടില്ലല്ലോ. അപ്പൊ ആ ഇലക്ട്രോൺസ് നേരെ ഓക്സിജനിലേക്ക് തന്നെ പോകും. പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്ക് വരും. ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയാവും നമുക്ക് പിന്നെ കിട്ടുന്നത്.
ഇതാണ് ആ റെസൊണൻസ് കൊണ്ട് കാണിക്കുന്നത്. ആ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ആയി ഇവിടെ ഈ സമയത്ത് നിന്ന് ഇലക്ട്രോഫൈൽ വന്ന് എന്ത് ചെയ്തു, ഏത് ഹൈഡ്രജൻ, ഹൈഡ്രജൻ അവിടെ ഉണ്ട്, ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ആ ഹൈഡ്രജനെ ഇപ്പൊ നമ്മൾ 4 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ആ 1 റെസൊണൻസ് സ്ട്രക്ചറിൽ പോസിറ്റീവ് ചാർജ് പറയുന്നത് എന്താ, ഓക്സിജന്റെ അടുത്ത് വരും അല്ലേ, ഓക്സിജന്റെ അടുത്ത് വരും. ഇതാ കണ്ടില്ലേ, ഓക്സിജന്റെ അടുത്ത് വന്നു, ഓക്സിജൻ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്ത് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ മോർ റെസൊണൻസ് ആയി, മോർ സ്റ്റെബിലിറ്റി ആയി. കേസ് 2 എന്താ, മെറ്റാ പൊസിഷനിൽ ആണ് വന്നിരിക്കുന്നത് പോസിറ്റീവ് ചാർജ്, കണ്ടില്ലേ. പിന്നെ 3 റെസൊണൻസ് സ്ട്രക്ചർ ആണ്, ഓക്സിജന്റെ ലോൺ പെയർ ചാർജ് സ്റ്റെബിലൈസ് ചെയ്യാൻ അപ്പോൾ അവിടെ കഴിയത്തില്ല, ലെസ് സ്റ്റെബിലിറ്റി ആകും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര ഓർത്തിരുന്നാൽ മതി. ഈ പറയുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഇലക്ട്രോഫൈൽ എവിടേക്കായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് കൂടുതലുള്ള സ്ഥലത്ത് അല്ലേ. അപ്പോൾ അവിടേക്കായിരിക്കും വന്ന് ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ OH ഗ്രൂപ്പിലുള്ള ഓക്സിജന് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ബെൻസീൻ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യും, റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, അതുകൊണ്ട് ഇലക്ട്രോഫൈൽ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഫിനോൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എളുപ്പത്തിൽ നടത്തുന്നത്. ഓർത്തോ പാരാ മെറ്റാ പൊസിഷൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പുള്ള കാർബൺ, അതാണ് ഫസ്റ്റ് കാർബൺ, കണ്ടോ, ഇതാണ് ഫസ്റ്റ് കാർബൺ. അടുത്തത് ഓർത്തോ പൊസിഷൻ ആണ്. ഈ 2 വശവും ഓർത്തോ പൊസിഷൻ ആണ്. എതിർവശം അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പാരാ പൊസിഷൻ ആണ്. ഇടയിലുള്ളത് ഈ 2 പൊസിഷൻ മെറ്റാ പൊസിഷൻ ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാണ് കൂടുതൽ, ഓർത്തോ പാരാ പൊസിഷൻസിലാണ്. OH ഗ്രൂപ്പ് എന്താ അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ഇല്ല, ഓക്കെ. അപ്പൊ ഇലക്ട്രോഫൈൽ അറ്റാക്ക് എവിടെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിലാണ്. ബിക്കോസ് OH ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ റെസൊണൻസ് എഫക്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലുള്ള കാർബോ കാറ്റയോൺസ് അവിടെ ഫോം ചെയ്യും. ഓക്കെ. ഇപ്പൊ മെറ്റാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മെറ്റയിൽ റെസൊണൻസ് കുറവാണ്, ഇപ്പൊ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനോളില് സബ്സ്റ്റിറ്റ്യൂഷൻ മെയിൻലി ഓർത്തോ ആൻഡ് പാരയിലായിരിക്കും നടക്കുന്നുണ്ടാവുക, കണ്ടോ, മെറ്റയില് കുറവായിരിക്കും നടക്കുന്നുണ്ടാവുക. അതാണ് ഈ സ്റ്റെബിലിറ്റിയുടെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെ സിമ്പിൾ ഐഡിയ എന്ന് പറഞ്ഞാൽ ഓർത്തോ ആൻഡ് പാരയിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. 4 റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. മെറ്റ അറ്റാക്ക് ചെയ്യും, 3 റെസൊണൻസ് ആയിരിക്കും ഇവിടെ പോസിബിൾ. കണ്ടോ 3 സ്ട്രക്ചേഴ്സ് ഇത് ഇവിടെ വരച്ചിരിക്കുന്നതുണ്ടോ, മെറ്റയിൽ വന്നിരിക്കുന്നത് 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇവിടെ പോസിബിൾ ആവുന്ന. 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മെറ്റയിൽ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ടായിരിക്കും ഇത് കണ്ടോ ഒരു നമ്മളുടെ ഒരു ഫിനോളിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തു. മെറ്റാ പൊസിഷനിൽ റെസൊണൻസിന്റെ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൂടുതൽ വരിക എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ് കൂടുതൽ സ്റ്റെബിലിറ്റി, കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. 3-ൽ കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കാണാം അല്ലേ. അതായത് ദാറ്റ് മീൻസ് അവിടെ സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് നൈട്രേഷൻ നോക്കാം. നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത്രയും ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മൾ നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രേഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താ നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ യെസ്, അത്രേ ഉള്ളൂ. ഏത് പൊസിഷനിലായിരിക്കും വരുന്നുണ്ടാവുക? ഓർത്തോ പാരാ പൊസിഷൻ ആണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഒന്നില്ലെങ്കിൽ ഓർത്തോയിലും പാരയിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നൈട്രേഷൻ നടക്കുന്നത് ഫിനോൾ എന്ത് ചെയ്യുന്നു, ഫിനോള് ഒരു ഡൈല്യൂട്ട് HNO3 നൈട്രിക് ആസിഡിന്റെ പ്രസൻസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ NO2 ഗ്രൂപ്പ് നൈട്രേഷനല്ലേ നടക്കുന്നത്, അത് അപ്പം NO2 ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലും വരും പാരാ പൊസിഷനിലും വരും. അത്രയേ ഉള്ളൂ നൈട്രേഷന്റെ റിയാക്ഷൻ. ക്ലിയർ ആണോ?
അത്രയേ ഉള്ളൂ. ഓർത്തോ നൈട്രോഫിനോളും നമുക്ക് കിട്ടും, പാരാനൈട്രോഫിനോളും നമുക്ക് കിട്ടും. കണ്ടോ? NO2 ഗ്രൂപ്പ് നൈട്രേഷൻ ആണ്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, നൈട്രേഷൻ ആണ് നടക്കുന്നത്, NO2 ഗ്രൂപ്പാണ്. അപ്പൊ NO2 ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? NO2 ഗ്രൂപ്പ് അവിടെ വന്ന് നമ്മൾ ഡൈല്യൂട്ട് HNO3യുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്തോ ഓർ പാരാ പൊസിഷനിലേക്കാണ് ആര് പോകുന്നത്? NO2 പോകുന്നത്. അപ്പോൾ ഓർത്തോയിലേക്ക് വരുന്ന പ്രൊഡക്റ്റും കിട്ടും, പാരയിലേക്ക് വരുന്ന പ്രൊഡക്റ്റും കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓർത്തോ നൈട്രോഫിനോളും കിട്ടും, പാരാനൈട്രോഫിനോളും കിട്ടും. അപ്പൊ ഇതിന് ഈൽഡ് കുറവാണ്, കാരണം ഫിനോൾ എന്താ, ഈസിലി ഓക്സിഡൈസ്ഡ് ആകും. അപ്പൊ സൈഡ് റിയാക്ഷൻസ് അവിടെ നടക്കും. അതാണ് അവിടെ റിലേറ്റീവ്ലി ലോ ഈൽഡ്സ് ഓഫ് പ്രോഡക്ട്സ് ആർ ഡ്യൂ ടു ലോസസ് ബൈ ഓക്സിഡേഷൻ ഓഫ് റിയാക്റ്റീവ് ഫിനോൾ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഓർത്തോ നൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയുന്നത് ഒരു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ വോളറ്റൈൽ ആയിരിക്കത്തില്ലേ, അവര് സ്റ്റീം വോളറ്റൈൽ ആവത്തില്ലേ, പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും? പേപ്പറായിട്ട് പോവും, ആവിയായിട്ട് പോവും. അപ്പൊ പാരാനൈട്രോഫിനോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ നടക്കുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ആ. ഇന്റർമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോൺ വോളറ്റൈലാണ്. അപ്പൊ സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓർത്തോനൈട്രോഫിനോളിന് ഒരു മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഇതാ ഇവിടെ തന്നിരിക്കുന്നത്. പാരാസെറ്റാമോള്, അനൽജസിക്, ആന്റിപൈററ്റിക് ഒക്കെ നടന്നിരിക്കുന്നത്. പാരാസെറ്റാമോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനൽജസിക് ആൻഡ് ആന്റിപൈററ്റിക് ഡ്രഗ് ആണ്. അതാണ് പാരാസെറ്റാമോള്. ആൻഡ് ഫിനോസെറ്റിനും ഉണ്ട്. ഈ നമ്മുടെ നൈട്രോഫിനോള് ഇതാണ് ഒരു ഫിനോള് എന്ത് ചെയ്യുന്നു? കൺവേർഷനിലൂടെ പാരാസെറ്റാമോൾ അതുപോലെ ഫിനോസെറ്റിനൊക്കെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു, കൺവേർഷൻ നടത്താൻ പറ്റും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഫിനോളും കോൺസെൻട്രേറ്റഡ് HNO3 കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്രിക് ആസിഡിനെയും കൂടി കിട്ടും. പിക്രിക് ആസിഡ് ആ പാരാസെറ്റമോളിന്റെ ഫിനോസെറ്റിന്റെ ഒക്കെ ആ ഒരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ട് പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡിന്റെ വേണം. പിക്രിക് ആസിഡിന്റെ എങ്ങനെയാണെന്ന് ചോദിക്കാം. പിക്രിക് ആസിഡ് എന്താണെന്നൊക്കെ ചോദിക്കാം. ഇപ്പം ഇത് ഓർത്തോളണം. ഇപ്പം നമ്മൾ ഫിനോളിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡയലൂട്ട് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർത്തോ നൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും കിട്ടുന്നത്. അതുപോലെ തന്നെ ഫിനോളിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇത് മറന്നു പോയത്, ഡൈലൂട്ട് HNO3 ആകുമ്പോൾ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആയിരിക്കും NO2 വരുന്നത്. കോൺസെൻട്രേറ്റഡ് HNO3 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിക്രിക് ആസിഡാണ്. അതായത് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്യുന്ന സമയത്ത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഒരുമിച്ചായിരിക്കും ആര് വരുന്നുണ്ടാവുക? NO2 ഗ്രൂപ്പ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് 2 പൊസിഷൻ, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ NO2 ഉണ്ട്, നാലാമത്തെ പൊസിഷനിൽ NO2 ഉണ്ട്, ആറാമത്തെ പൊസിഷനിൽ NO2 ഉണ്ട്. അതാണ് 2,4,6 ട്രൈനൈട്രോഫിനോൾ. ആ കോമ്പൗണ്ടിന്റെ പേരാണ് 2,4,6 ട്രൈനൈട്രോഫിനോൾ. അതിനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേര്, കോമൺ നെയിം എന്ന് പറയുന്നത് പിക്രിക് ആസിഡാണ്. മേ ബി പിക്രിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ ഏത് റിയാക്ഷൻ എഴുതേണ്ടത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ വരുന്ന, നൈട്രേഷനിൽ വരുന്ന റിയാക്ഷൻ ആണ് എഴുതേണ്ടത്. ഫിനോളിനെ ആര് വെച്ച് ട്രീറ്റ് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് HNO3, ഡൈല്യൂട്ട് HNO3 വെച്ച് ചെയ്താൽ പാരയും നൈട്രോയും 2 പ്രൊഡക്ട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ? ഓർത്തോ നൈട്രോഫിനോളിനെയും കിട്ടും, പാരാനൈട്രോഫിനോളിനെയും കിട്ടും ഡൈല്യൂട്ട് HNO3 ആണെങ്കിൽ. കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ, കോൺസെൻട്രേറ്റഡ് HNO3 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ വീണാൽ പൊള്ളുന്നതാണ് കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ. കോൺസെൻട്രേറ്റഡ് HNO3 വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഒരുമിച്ച് NO2 കിട്ടുന്ന ഒരു കോമ്പൗണ്ടിനെ ആയിരിക്കും കിട്ടുന്നത്. അതാണ് 2,4,6 ട്രൈനൈട്രോഫിനോൾ, കോമൺ നെയിം പിക്രിക് ആസിഡ്.
ഇനി അപ്പോൾ പിക്രിക് ആസിഡ് ഈൽഡ് കുറവായിരിക്കും കേട്ടോ. ഈൽഡ് ഭയങ്കര കുറവായിരിക്കും പിക്രിക് ആസിഡിന്. കാരണം എന്താ? ഫിനോളിൻ്റെ ഓക്സിഡേഷൻ കാരണമാണ് ഈൽഡ് കുറവ് വരുന്നത്. ഇനി അടുത്തത് ഹാലോജനേഷൻ. ഹാലോജനേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാലോജനേഷൻ ബ്രോമിൻ്റെ പ്രസൻസിലാണ്, അക്വസ് ബ്രോമിൻ്റെ പ്രസൻസിലാണ്, ബ്രോമിനും വാട്ടറിൻ്റെയും പ്രസൻസിലാണ് അത് നടക്കുന്നത്. കാരണം അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 2,4,6 ട്രൈബ്രോമോ ഫിനോളിനെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, 2,4,6 ട്രൈബ്രോമോ ഫിനോളിനെയാണ്. കോൺസെൻട്രേറ്റഡ് എവിടെ? കോൺസെൻട്രേറ്റഡോ? എന്ത്? അത് വേറെ കോമ്പൗണ്ട്, ഇത് വേറെ കോമ്പൗണ്ട്. ഇപ്പം ഇത് ഹാലജനേഷന്റെ റിയാക്ഷൻ. ഹാലജനേഷനിൽ വരുന്നത് ബ്രോമിൻ വാട്ടർ ആണ്, ബ്രോമിൻ വാട്ടർ റിയാക്ഷനാണ്. ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ വിചാരിച്ചോണം ഒരു ഹാലജൻ അവിടെ ഉണ്ട്. ഹാലജൻ ബ്രോമിനാണ് വരുന്ന ഹാലജൻ. ആ ഹാലജന്റെ കൂടെ എന്താ? വാട്ടറും വരും. ബ്രോമിൻ വാട്ടർ റിയാക്ഷൻ ആണ് ഹാലജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് കിട്ടുന്നത് ട്രൈബ്രോമോ ഫിനോൾ ആണ്. ട്രൈബ്രോമോ ഫിനോൾ. ഈ 2,4,6 ട്രൈബ്രോമോ ഫിനോൾ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കേട്ടോ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. എങ്ങനെ എഴുതാണ് പ്രസിപ്പിറ്റേറ്റ് എന്നുള്ളത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ OH ഗ്രൂപ്പ് റിങ്ങിനെ എന്ത് ചെയ്യുന്നു? ഹൈലി ആക്ടിവേറ്റഡ് ആക്കും. നമ്മുടെ ഈ ബെൻസീൻ റിങ്ങിലുള്ള OH ഗ്രൂപ്പ് റിങ്ങിനെ ഭയങ്കരമായിട്ട് ഹൈലി ആക്ടിവേറ്റഡ് ആക്കും. അപ്പോൾ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് എല്ലാം എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓർത്തോയിലും പാരായിലും ഈ OH ഗ്രൂപ്പ് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് 2,4,6 ട്രൈബ്രോമോ ഫിനോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം, നോൺ പോളാർ സോൾവെൻ്റ് ആയിരിക്കണം. അപ്പം നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത് നമ്മുടെ പാരാബ്രോമോ ഫിനോൾ കിട്ടും. അത് മേജർ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത് പാരാബ്രോമോ ഫിനോള ആൻഡ് പിന്നെ ഓർത്തോബ്രോമോ ഫിനോളും കിട്ടും. അപ്പം അതാണ് ഹാലജനേഷൻ. ഓക്കെ. അപ്പോൾ ഫിനോൾ വെച്ചിട്ടുള്ളതും റിസോഴ്സിനോൾ വെച്ചിട്ടുള്ളതും റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഫിനോൾ ഉള്ളത് പഠിക്കുക, മറ്റേത് പഠിക്കേണ്ടെന്നല്ല. മെയിൻലി നമ്മൾ ഫിനോളിൻ്റെ കോൺസെപ്റ്റ് ആണല്ലോ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഫിനോൾ വെച്ചിട്ടുള്ളത് കൂടുതൽ നമ്മൾ ഇപ്പോൾ സെയിം റിയാക്ഷൻ തന്നെയാണ് എല്ലാം വരുന്നത്. ഫിനോളിലേക്ക് നീങ്ങുന്നു, 3 ബ്രോമിൻ Br2 ചേർക്കുന്നു, ബ്രോമിൻ വാട്ടർ ചേർക്കുന്നു NaHSO3യുടെ പ്രസൻസിൽ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? എന്താ അവിടെ? ഡൈല്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പം നമുക്ക് 2,4,6 ട്രൈബ്രോമോ ഫിനോൾ കിട്ടും, ബ്രോമിനും വാട്ടറും കൂടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെയാണ് റിസോഴ്സിനോളിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2,4,6 ട്രൈബ്രോമോ റിസോഴ്സിനോൾ കിട്ടും. ഫിനോൾ മാറി റിസോഴ്സിനോൾ ആവുന്നേ ഉള്ളൂ. ഇനി അതാണ് ആ നോൺ പോളാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റേജ് ആണെങ്കിൽ എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ ആയിരിക്കും, നോൺ പോളാർ സോൾവെൻ്റ് ആയിരിക്കും. നോൺ പോളാർ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്, കാർബൺ ഡൈസൾഫൈഡ് ഒക്കെ വെച്ച് ചെയ്യുന്ന. ഇപ്പം ഈ ഫിനോളിനകത്ത് കാർബൺ ഡൈസൾഫൈഡ് ആണ് ചേർക്കുന്നതെങ്കിൽ കാർബൺ ഡൈസൾഫൈഡോ അല്ലെങ്കിൽ CCl4 അല്ലെങ്കിൽ കാർബൺ ഡൈസൾഫൈഡ്, അതായത് CS2 ആണ് നമ്മളിപ്പം CS2
CCl4 ആണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ CCS2ൻ്റെ പ്രസൻസിൽ ബ്രോമിനുമായിട്ട് CCl4 അല്ലെങ്കിൽ CS2ൻ്റെ പ്രസൻസിലാണ് നമ്മൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ലോ പോളാരിറ്റി ഉള്ള റിയേജൻ്റ് ആണ് ആര് ഈ CCl4 CS2 എന്നൊക്കെ പറയുന്നത്. അതായത് കാർബൺ ഡൈസൾഫൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ് എന്നൊക്കെ പറയുന്നത് CCl4 എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഡൈല്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് ഓർത്തോയും പാരയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓർത്തോ ബ്രോമോഫിനോളും മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടും പാരാ ബ്രോമോഫിനോളും മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടും ഓർത്തോ ബ്രോമോഫിനോളും ബൈ പ്രൊഡക്റ്റ് ആയിട്ടും കിട്ടും. കാരണം എന്താ? അവർ നോൺ പോളാർ ആയതുകൊണ്ട്, പൊളാരിറ്റി കുറവായതുകൊണ്ട്. ക്ലിയർ ആണോ? ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ നടന്നത്. കാരണം ഓർത്തോയിലും പാരായിലും എന്ത് നടന്നു? ഓർത്തോയിലും പാരായിലും ഒറ്റയായിട്ടുള്ളതല്ലേ നടന്നത്. ബ്രോമിൻ്റെ വാട്ടറിൻ്റെ പ്രസൻസിൽ NaHSO3യുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ. ഇനി ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തോനെയും ബ്രോമോനെയും നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരുടെ പ്രസൻസിൽ ചേർക്കണം? CCl4ൻ്റെയോ CS2ൻ്റെയോ പ്രസൻസിൽ, അതായത് കാർബൺ ഡൈസൾഫൈഡിൻ്റെയോ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെയോ പ്രസൻസിൽ നമ്മൾ ഫിനോളിനെ ബ്രോമിൻ വാട്ടറും CCl4 അല്ലെങ്കിൽ CS2 ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോ ബ്രോമോഫിനോളും പാരാബ്രോമോഫിനോളായിരിക്കും മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് വരിക, മേജർ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അവരെ നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കിട്ടും. രണ്ടിനെയും നമുക്ക് കിട്ടും. അതല്ലാതെ നമ്മൾ ബ്രോമിനും വാട്ടറിൻ്റെയും മാത്രം പ്രസൻസിൽ NaHSO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിതുപോലെ എന്ത് ചെയ്യും? 2,4,6 ട്രൈബ്രോമോഫിനോൾ എന്ന് പറയുന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് സൾഫണേഷൻ ആണ്. സൾഫണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2SO4 അതാണ് അവിടെ വരുന്ന റിയേജൻറ്റ്. നമ്മൾ ഫിനോളിനെ H2SO4 ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും? അവിടെ ഓർത്തോ പൊസിഷനിൽ ഈ SO3H വരും, സൾഫോണിക് ആസിഡ് വരും. അതായത് ലോ ടെമ്പറേച്ചർ ആണ് അവിടുത്തെ വരുന്ന ടെമ്പറേച്ചർ എഫക്റ്റ് എന്ന് പറയുന്നത്. ലോ ടെമ്പറേച്ചർ എഫക്റ്റ്. അതാ ഈ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കുന്നത്. കണ്ടോ? എവിടെ? ഇവിടെ ടെമ്പറേച്ചറിന്റെ കേസ് ഒന്നും നമ്മൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അവിടെ ലോ ടെമ്പറേച്ചർ ആയിരിക്കുന്നതാ. ഇവിടെ ഓൾറെഡി ലോ ടെമ്പറേച്ചർ ആണ്. ലോ ടെമ്പറേച്ചർ മതി. മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റേജിൽ നമുക്ക് കിട്ടണമെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. നോൺ പോളാർ സോൾവൻസ് ആയിട്ടുള്ള CCl4നെയോ CS2നെയോ ചേർക്കുമ്പോഴാണ് നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്. അതായത് പാരാബ്രോമോഫിനോളും മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടും ഓർത്തോബ്രോമോഫിനോള് ബൈ പ്രൊഡക്റ്റ് ആയിട്ടും നമുക്ക് കിട്ടുന്നത്. രണ്ടിനെയും കിട്ടുന്നത്. അവിടെ ലോ ടെമ്പറേച്ചർ മതി. ഇനി സൾഫണേഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ലോ ടെമ്പറേച്ചർ അതാണ് 50 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ ഫിനോൾ സൾഫോണിക് ആസിഡ് മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഓർത്തോ പൊസിഷനിൽ SO3H കിട്ടും. പാരാ പൊസിഷനിൽ ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരാ പൊസിഷനിൽ എന്ത് കിട്ടും? പാരാ പൊസിഷനിൽ ഫിനോൾ സൾഫോണിക് ആസിഡ് കിട്ടും. പാരാഫിനോൾ സൾഫോണിക് ആസിഡ് മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആ ടെമ്പറേച്ചർ ഡിഫറൻസിലാണ് നമുക്കിത് കിട്ടുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ 50 ഡിഗ്രി നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓർത്തോ പൊസിഷനിൽ SO3H കിട്ടും. കുറച്ചുകൂടി ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരാ പൊസിഷനിലും കിട്ടും ആളെ. സോ ഇവരായിരിക്കും തെർമോഡൈനാമിക്കലി മോർ സ്റ്റേബിൾ ആവുക. അത്രയേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ്. ഇത്രമാത്രം ആലോചിക്കുക. ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ടും അറ്റാക്ക് ചെയ്യുന്നത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ആയിരിക്കും. അപ്പം നൈട്രേഷനും സൾഫനേഷനും ബ്രോമിനേഷനിലും ഒക്കെ വരുന്നത് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസിലായിരിക്കും വരുന്നത്. നൈട്രേഷൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് NO2 ആണ്. ആരുടെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഫിനോളിനെ ആരുടെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? H2SO4
അല്ല നമ്മളിപ്പോ സൾഫോണേഷൻ തരുന്നില്ലേ? നൈട്രേഷൻ നൈട്രേഷൻ നൈട്രേഷനോ? ഓക്കെ ഓക്കെ. നൈട്രേഷന്റെ കേസില് HNO3, അതായത് HNO3 ആഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഓർത്തോയിലും പാരായിലുമായിട്ട് ഓർത്തോയിൽ നമുക്ക് 200 രൂപ ആഡാകും, അതുപോലെ പാരായി 200 രൂപ ആഡാകും. ഇനി അതാണ്. ഇനി കോൺസെൻട്രേറ്റഡ് HNO3 പ്രസൻസിലാണെങ്കിലോ? കോൺസെൻട്രേറ്റഡ് HNO3 ആണെങ്കിൽ 3 പൊസിഷൻ, അതായത് പിക്രിക് ആസിഡ് കിട്ടും. അതായത് 2,4,6 പൊസിഷനിലും ഈ പറയുന്ന നൈട്രോഫിനോള് കയറും. അപ്പൊ 2,4,6 ട്രൈ നൈട്രോഫിനോൾ ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കോമൺ നെയിം പിക്രിക് ആസിഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേ. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് ഹാലജനേഷൻ. ഹാലജനേഷൻ എന്താ? ഹാലജനേഷൻ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ പോലത്തെ ഹാലജനേഷന്റെ പ്രോസസ്സിൽ ക്ലോറിൻ വാട്ടർ അല്ലെങ്കിൽ ബ്രോമിൻ വാട്ടർ അതിനകത്ത് നമ്മള് ആഡാക്കുമ്പോ 2,4,6 ട്രൈബ്രോമോഫിനോൾ കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോ എന്താ പറയാ മറ്റേ റിസോഴ്സിനോള് റിസോഴ്സിനോള് പറഞ്ഞോ, കുഴപ്പമില്ല. റിസോഴ്സിനോൾ റിസോഴ്സിനോളും പിന്നെ ബ്രോമിനും ആഡ് ചെയ്തെങ്കിൽ പ്ലസ് ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ ഇതുപോലെ 2,4,6 ട്രൈ ബ്രോമോനെ കിട്ടും. അത് കഴിഞ്ഞ് ആ റിസോഴ്സിൽ ആഡ് ആവും. അതായത് അടുത്ത് പറയട്ടെ. ഓക്കെ, ഇനി നമുക്കിത് സെപ്പറേറ്റ് കിട്ടണമെങ്കിൽ ഇപ്പൊ 2,4,6 ട്രൈ ബ്രോമോ എന്താണ് ഫിനോൾ എന്ന രീതിയിലാണ് കിട്ടിയത്. ഒരൊറ്റ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടി. ഒറ്റ കോമ്പൗണ്ട് കിട്ടും. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഇവിടുത്തെ ബ്രോമിന്റെ കേസിൽ ആദ്യം നമുക്ക് പാര പ്രൊഡക്ഷൻ ആയിരിക്കും മേജർ ആയിട്ട് വരുന്നത്, പിന്നെ ഓർത്തോ മൈനർ ആയിട്ട് വരും. അതും ഈ പറയുന്ന പോലെ ബ്രോമിന്റെ കൂടെ നമ്മുടെ CCl4 ഒക്കെ ചേർക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ സൾഫോണേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ബെൻസീൻ ഫിനോളില് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ, ലോ ടെമ്പറേച്ചർ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ടാവും. ഒന്ന് ഓർത്തോ പൊസിഷനില് SO3 ഗ്രൂപ്പ് വരും, പിന്നെ പാരാ പൊസിഷനില് SO3H ഗ്രൂപ്പ് വരും. അപ്പം ഓർത്തോ പൊസിഷനിൽ SO3 വരുമ്പോ ലോ ടെമ്പറേച്ചർ മതി, പാരായിലാവുമ്പോ ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും. ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ്. ഈ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയാനാണെങ്കിൽ കൺവേർഷൻ ഓഫ് ഫിനൈൽ എസ്റ്റർ ആണ്. ഫിനൈൽ എസ്റ്റർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ഇൻറ്റു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ, അതായത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഹൈഡ്രോക്സി കീറ്റോൺസ് ആയിട്ട് എന്ത് ചെയ്യാണ്? കൺവേർഷൻ നടത്തുക. കണ്ടോ, ഓർത്തോ പൊസിഷനിൽ ഇത് ഹൈഡ്രോക്സി കീറ്റോൺ ആണ് കേട്ടോ. മീഥൈൽ കീറ്റോ ഹൈഡ്രോക്സി കീറ്റോണും പാരാ പൊസിഷനിൽ എന്താണ് പാരാ പൊസിഷനിൽ ഹൈഡ്രോക്സി കീറ്റോണുമായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ഫിനൈൽ എസ്റ്റർ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രോക്സി കീറ്റോൺ ആയിട്ട് കൺവേർഷൻ നടത്തുന്ന ഒരു റിയാക്ഷൻ ആണ്. എന്തിന്റെ പ്രസൻസിലാ? അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിലാ കേട്ടോ. അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ അൺഹൈഡ്രസ് ഉണ്ട്. അൺഹൈഡ്രസ് ആയിട്ടുള്ള AlCl3യുടെ പ്രസൻസിലാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് നടക്കുന്നത്. ഇതാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. ഇനി ആ റിയാക്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിനൈൽ അസറ്റേറ്റിനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫിനൈൽ അസറ്റേറ്റ് അതുപോലെ തന്നെ AlCl3യുടെ പ്രസൻസിൽ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റോഫിനോളും ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൾ എന്നും പറയാം, ഓക്സോ ഹൈഡ്രോക്സി ഫിനൈൽ മീഥൈൽ കീറ്റോൺ എന്ന് പറയാം. കാരണം മീഥൈൽ ഗ്രൂപ്പിലല്ലേ കീറ്റോൺ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം, രണ്ടും ശരി തന്നെ. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ മീഥൈൽ കീറ്റോൺ അല്ലെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ. അതുപോലെ തന്നെ പാരാ ഹൈഡ്രോക്സി ഫിനൈൽ മീഥൈൽ കീറ്റോൺ, പാരാ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ എന്ന് പറയുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത്രയേ ഉള്ളൂ.
ഇനി മെക്കാനിസത്തിലേക്ക് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിലും ഈ മെക്കാനിസം AlCl3 എന്ത് ചെയ്യുന്നു, എസ്റ്ററുമായിട്ട് റിയാക്ട് ചെയ്യാണ്. എസ്റ്ററിലുള്ള ഓയുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പം ഇവിടുന്ന് ഒരു ഓയിലേക്ക് പോയി, ഇവിടുന്ന് ഒരു ഓയിൽ നിന്ന് ഓയിലേക്ക് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ അസൈലിയം അയൺ അവിടെ, അതായത് CH3CO+ മാത്രം അവിടെ എന്തുണ്ടാവുന്നു, ഫോം ചെയ്യുന്നു. CH3CO+ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ അസൈലിയം അയൺ എന്നാണ് കേട്ടോ CH3O+ പറയുന്നത്. അസൈലിയം അയൺ അറ്റാക്സ് ബെൻസീൻ റിംഗ്. ഈ അസൈലിയം അയൺ എന്നിട്ട് എന്ത് ചെയ്യും, ബെൻസീൻ റിംഗിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും എന്ത് ചെയ്യും, ഈ അസൈലിയം അയൺ ആയിട്ട് മാറിയ ആള് കണ്ടോ, അത് ബെൻസീൻ റിംഗിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടോ. CH3CO+ എന്ന് പറയുന്ന അസൈലിയം അയൺ എന്ത് ചെയ്യും, ബെൻസീൻ റിംഗിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. ആദ്യം ഈ AlCl3 എന്ത് ചെയ്യും, ഇതിലുള്ള എസ്റ്ററിലേക്ക് വന്ന് റിയാക്ട് ചെയ്യും. കണ്ടോ, എസ്റ്ററിലേക്ക് വന്ന് റിയാക്ട് ചെയ്തത് കണ്ടോ, AlCl3 വന്ന് അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഓയുടെ കൂടെ AlCl3 അങ്ങ് ചേർന്നു. അപ്പൊ ഇവരെന്തായി മാറി, ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയി CH3CO എന്ന് പറയുന്ന അസൈലിയം അയൺ ആയിട്ട് മാറി. കണ്ടോ, ഇവരൊറ്റക്കെട്ടായി, OlCl3 ഒറ്റക്കെട്ടായി. അപ്പൊ അസൈലിയം അയൺ എന്ത് ചെയ്തു, ഈ ബെൻസീൻ റിംഗിലേക്ക് വന്ന് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ അസൈലിയം അയൺ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് OAlCl2 രണ്ട് CLനെ സെപ്പറേറ്റ് ചെയ്തതാണ്. എന്നിട്ട് CH3CO, എന്നിട്ട് ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ഈ HCl എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയി പോവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. HCl എലിമിനേറ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ പിന്നെ ബാക്കിയുള്ളത് ആരാ, ഇവിടെ ഒരു O ഉണ്ട്, ഓയുടെ കൂടെ AlCl2 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാക്കിയുള്ളത് എന്താ, ഓർത്തോ പൊസിഷനിൽ COCH3 അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ മീഥൈൽ കീറ്റോൺ അല്ലേ ഇത്. മീൻസ് എത്തിയിട്ടില്ല. ഇങ്ങനെ കിട്ടും. ഓക്കെ. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്തു, വാട്ടർ എലിമിനേറ്റ് ആയി പോകും. ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോഴത്തേക്കും വാട്ടറിന്റെ പ്രസൻസിൽ ഓർത്തോ പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കും. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്, എന്താ, അല്ലല്ല, ഇത് മനസ്സിലായിടം തൊട്ട് പറഞ്ഞാൽ മതി. ഈ ഫിനൈൽ എസ്റ്റർ ഫിനോളിക് കീറ്റോൺ ആയിട്ടാണ് മാറുന്നത്. ഫിനൈൽ അസറ്റേറ്റിന്റെ പ്രസൻസിൽ അൺഹൈഡ്രോക്സ് CL3 ട്രീറ്റ് ചെയ്ത് ചൂട് കൊടുക്കുമ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാഹൈഡ്രോക്സി അസറ്റോഫിനോണും കിട്ടും. അപ്പം ഇതിന്റെ മെക്കാനിസം വരുന്ന AlCl3 അസൈലിയം അയൺ ആയിട്ട് മാറുന്നു, അസൈലിയം അയൺ ഉണ്ടാക്കുന്നു. അസൈലിയം അയൺ എന്ത് ചെയ്യുന്നു, ബെൻസിൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഓർത്തോ പാരാ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. ഇവിടെ ഇപ്പൊ ഓർത്തോ പൊസിഷനിൽ കണ്ടോ, ഓർത്തോ പൊസിഷനിൽ COCH3 വന്നില്ലേ. ഇവിടെ അതേ സെയിം സംഭവം തന്നെ പാരാ പൊസിഷനിലേക്കും വന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഇന്റർ മോളിക്കുലർ വഴിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അസൈലിയം കാറ്റോൺ വഴിയുള്ളത് നടന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻട്രാ മോളിക്കുലറുമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ലോ ടെമ്പറേച്ചർ മതി എവിടെ,
ഓർത്തോ പ്രൊഡക്റ്റ് മേജർ ആകണമെന്നുണ്ടെങ്കിൽ ലോ ടെമ്പറേച്ചർ മതി. ഇപ്പൊ കൂടുതൽ ടെമ്പറേച്ചർ കണ്ടോ, ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം പാര കിട്ടാൻ വേണ്ടിയിട്ട്. പാര പ്രൊഡക്റ്റ് കിട്ടാൻ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. ഓർത്തോ ഐസോമർ കിട്ടാൻ ലോ ടെമ്പറേച്ചർ മതി. ഓക്കെ. ഇനി ഈ ഫ്രേസ് റീഅറേഞ്ച്മെന്റ് എന്താ ശരിക്കും നടക്കുന്നത്? എന്താ ഫ്രേസ് റീമർ ടീമർ നമ്മൾ എടുത്തേ അല്ലെ? പിക്രിക് ആസിഡ് ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാറി ഉണ്ട്. ഓക്കെ. അപ്പൊ ഫ്രേസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനൈൽ എസ്റ്റർ വേണമെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. 2 മാർക്സ് ക്വസ്റ്റ്യൻ ഇല്ലേ നിങ്ങൾക്ക്? 1 മാർക്ക് ഉണ്ടോ? അപ്പൊ അതിലൊക്കെ വേണമെങ്കിൽ 1 മാർക്കായിട്ട് ചോദിക്കാം ഡെഫിനീഷനൊക്കെ. ഫിനൈൽ എന്താണ് ഈ ഫ്രേസ് റീഅറേഞ്ച്മെന്റ് എന്ന്. അപ്പൊ എന്താ, ഫിനൈൽ എസ്റ്റർ അൻഹൈഡ്രോസ് AlCl3ന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോ ഹൈഡ്രോക്സി കീറ്റോൺ ആൻഡ് പാരാ ഹൈഡ്രോക്സി കീറ്റോണായി മാറുന്ന റീഅറേഞ്ച്മെന്റ് റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രേസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫിനൈൽ അസറ്റേറ്റ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഫിനൈൽ അസറ്റേറ്റ് എന്ത് ചെയ്യുന്നു? ഫിനൈൽ അസറ്റേറ്റ് കണ്ടോ, ഈ ഫിനൈൽ അസറ്റേറ്റ് ഇത് എസ്റ്റർ ആണ്. ഈ ഫിനൈൽ അസറ്റേറ്റ് AlCl3യുടെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാഹൈഡ്രോക്സി അസറ്റോഫിനോണും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓർത്തോ ഹൈഡ്രോക്സി ഫിനൈൽ മീഥൈൽ കീറ്റോൺ അല്ലെങ്കിൽ പാരാഹൈഡ്രോക്സി ഫിനൈൽ മീഥൈൽ കീറ്റോണും കിട്ടും. അപ്പം എന്തുകൊണ്ടാണ് AlCl3 അവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AlCl3 ഒരു ലൂയിസ് ആസിഡാ, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ്. അപ്പൊ എസ്റ്ററിന്റെ CO ഇല്ലേ, എസ്റ്ററിന് ഒരു C ഡബിൾ ബോണ്ടോ ഇല്ലേ? അപ്പോ ആ C ഡബിൾ ബോണ്ടോ ഓക്സിജനോട് ഈ ഓക്സിജനോട് സ്ട്രോങ്ലി എന്ത് ചെയ്യും? കോർഡിനേറ്റ് ചെയ്യും. എസ്റ്ററിന്റെ ആ C ഡബിൾ ബോണ്ടോ ഓക്സിജനോട് എന്ത് ചെയ്യും? സ്ട്രോങ്ലി കോർഡിനേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ആ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? ഫോർമേഷൻ ഓഫ് AlCl3യുടെ പ്രസൻസിൽ എസ്റ്റർ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? എസ്റ്റർ കോംപ്ലക്സിലേക്ക് ഫിനൈൽ അസറ്റേറ്റിലുള്ള കാർബണയിൽ ഓക്സിജന് ലോൺ പെയർ ഉണ്ട് ഇല്ലേ? ഈ ഓക്സിജനിൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ AlCl3 എന്ന് പറയുന്ന ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അവർക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒക്ടറ്റ് റൂൾ അനുസരിച്ച് 8 ഇലക്ട്രോൺസ് വേണം അവർക്ക് വാലൻസ് ഷെല്ലിൽ. പക്ഷേ AlCl3യിൽ അത്രയും ആൾക്കാരില്ല. അലൂമിനിയത്തിന് ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ആവുന്നില്ല. 8 ഇലക്ട്രോൺസ് വരുന്നില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ് AlCl3. അവർക്ക് 8 ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാർബണൈൽ ഓക്സിജന് ലോൺ പെയർ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും AlCl3യിലേക്ക്. അങ്ങനെയാണ് ഓക്സിജന്റെ കണ്ടോ ഇവിടെ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് ബോണ്ട് ഫോം ചെയ്ത് AlCl3 ഓക്സിജന്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. അപ്പോ അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തു. ആ കോംപ്ലക്സ് ആണിത്. അവിടുന്ന് എന്താ നടക്കുന്നത്? എസ്റ്റർ ബോണ്ട് അവിടെ എന്ത് ചെയ്തു? ക്ലീവേജ് നടന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ക്ലീവേജ് നടന്നു എന്ന്. ആ ക്ലീവേജ് നടന്നാണ് അതെന്തായി മാറിയത്? അസൈൽ O ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്ത്, അതായത് CH3CO എന്ന് പറയുന്ന CH3CO+ ആയി അവിടെ മാറുന്നു. ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ CH3CO പ്ലസ് ആയി മാറുന്നു. അതാണ്. അപ്പോൾ ഈ CH3CO+ എന്ന് പറയുന്നത് ഒരു അസൈലിയം അയൺ ആണ്. അസൈലിയം അയൺ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോഫൈൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യുന്നു? ഈ ഫിനോക്സൈഡ് AlCl3 കോംപ്ലക്സിലേക്ക് എന്ത് ചെയ്യുന്നു? വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതാണ് അറ്റാക്ക് ചെയ്തത് കാണിച്ചത്. ബെൻസീൻ റിംഗിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്തത് കാണിച്ചത്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്.
അതിലേക്കാണ് എന്ത് വരുന്നത്, അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഇലക്ട്രോഫൈൽ അറ്റാക്ക് ബെൻസിൻ റിംഗിൽ നടന്നു. CH3CO+ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഫിനൈൽ റിംഗിൽ എന്ത് ചെയ്തു, ഈ OAlCl3 ഗ്രൂപ്പ് ഉണ്ടല്ലോ, OAlCl3 ഗ്രൂപ്പ് അസൈലിയം അയൺ വന്ന് അറ്റാക്ക് ചെയ്ത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വന്ന് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് അവിടെ സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. പിന്നെയാണ് അവിടെ റീഅറേഞ്ച്മെന്റ് നടക്കുന്നത്. ആ കീറ്റോൺ അവിടെ ആയി മാറുന്ന, റീഅറേഞ്ച്ഡ് കീറ്റോൺ ആയി മാറുന്ന AlCl3 കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാകുന്നവിടെ H എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. H അവിടെ നിന്ന് റിമൂവ് ആകും, അറോമാറ്റിക്കലി റീസ്റ്റോർഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് OSL ഫീനൈൽ കോംപ്ലക്സും PSL ഫീനൈൽ കോംപ്ലക്സും കിട്ടുന്നത്. പിന്നെ അവിടെ ഹൈഡ്രോളിസിസ് നടന്നത് കണ്ടോ, H2O വന്ന് ഹൈഡ്രോളിസിസ് നടന്നിട്ട്, അതായത് ട്രീറ്റ് വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഡൈലൂട്ട് ആസിഡിൻ്റെ ഒക്കെ പ്രസൻസിൽ വന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഹൈഡ്രോളിസിസ് നടന്നിട്ട് ഈ പറയുന്ന AlCl3 അവിടെ റിമൂവ് ആകും, OH ഗ്രൂപ്പ് റീജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാ ഹൈഡ്രോക്സി അസറ്റോഫിനോണും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ ഫ്രൈസ് അറേഞ്ച്മെന്റ് രണ്ട് പാത്വേസിലൂടെ നടക്കാം. അതാണ് ഈ ഇന്റർമോളിക്കുലറും അതുപോലെ തന്നെ ഇൻട്രാമോളിക്കുലറും. ഇന്റർമോളിക്കുലർ ആവുമ്പോഴത്തേക്കും അസീലിയം അയൺ എന്ത് ചെയ്യുന്നു, എസ്റ്ററിലേക്ക് പോകും, അറ്റാക്ക് ചെയ്യും ആരോമാറ്റിക് റിംഗിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടക്കുന്ന പോലെയൊക്കെ ഒരു സംഭവമാണ്. പിന്നെ ഇൻട്രാമോളിക്കുലർ പാത്വേ ആണെന്നുണ്ടെങ്കിൽ അസൈൽ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്ത സെയിം മോളിക്കുലേക്ക് തന്നെ പോകും, മോർ കോമൺ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ മെക്കാനിസം നടക്കുന്ന സമയത്ത് ഈ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് ഫിനൈൽ എസ്റ്റർ ആണ്, അൻഹൈഡ്രോസ് AlCl3യുടെ പ്രസൻസിലാണ് നടക്കുന്നത്. റിയാക്ഷൻ കഴിഞ്ഞാൽ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല, പകരം കിട്ടുന്നത് കീറ്റോൺ AlCl3 കോംപ്ലക്സ്, ഓക്സിജൻ AlCl3 കോംപ്ലക്സ് ബോണ്ടുള്ള കോമ്പൗണ്ട്. അത് നേരെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, കണ്ടോ, ഇത് നേരെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ H2O ഡൈല്യൂട്ട് HCl വന്നത് ഇവിടെ HCl ഒക്കെ നമ്മൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കീറ്റോൺ എന്ത് ചെയ്തു, AlCl3 ഇവിടെ ഉണ്ട് അല്ലേ. ആ AlCl3 റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ, അവിടെ ഒരു AlCl3 വരും അല്ലേ. ഓക്സിജൻ ആറ്റം അപ്പോഴും AlCl3 ആയിട്ട് ബോണ്ടഡ് ആണ്. അപ്പം അവിടെ അഡീഷൻ ഓഫ് H2O അല്ലെങ്കിൽ ഡൈല്യൂട്ട് HCl അവിടെ ചേർക്കുമ്പോൾ ആ AL ഓക്സിജൻ ബോണ്ടുമായിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പോൾ AlCl3 എന്ന് പറയുന്നത് AlOH3 അല്ലെങ്കിൽ AlCl3 H2O ആയി മാറും. അപ്പോൾ OH ഗ്രൂപ്പ് ഫ്രീ ആകും. അതാണ് ഹൈഡ്രോളിസിസ് നടത്തുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാഹൈഡ്രോക്സി അസറ്റോഫിനോണും നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കണ്ടോ. ഇവിടുന്ന് ഇവിടുന്ന് ഈ AlCl3 എന്നുള്ള Cl ഇങ്ങനെ നമ്മൾ എഴുതുന്നു, ആ ബോണ്ട് അവിടെ നിന്ന്, ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലേ. ഈ കാർബണിനവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പൊ ഈ Cl ഈ Hഉം കൂടി എന്ത് ചെയ്യും, പോകും. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് ആരാ, OlCl2 COCH3. അവിടെ നിന്ന് AlCl2 നമുക്ക് പോവണം അല്ലേ, AlCl2 പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. അതാണ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ AlCl2 അവിടെ നിന്ന് പോയി. കണ്ടോ, അങ്ങനെയാണ് ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോൺ നമുക്ക് കിട്ടിയത്. ഇതാണ് ഫൈനൽ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? ഓക്കെ.
ഇന്റർമോളിക്കുലർ പാത്വേ ഒക്കെയാണ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചർ ആണ്. എക്സസ് ആയിട്ടുള്ള AlCl3 നമുക്ക് വേണം. ഒരുപാട് AlCl3 വേണം. അസൈൽ ഗ്രൂപ്പ് ഈസിലി ലീവ് ചെയ്യും. എസ്റ്റർ മോളിക്യൂളിൽ നിന്ന് അസൈൽ ഗ്രൂപ്പ് ഈസിലി പുറത്തേക്ക് പോകും. പിന്നെ ഇന്റർമോളിക്കുലറിന്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ എസ്റ്റർ എന്ത് ചെയ്യുന്നു, AlCl3 കോംപ്ലക്സ് എസ്റ്റർ AlCl3 കോംപ്ലക്സുമായിട്ട് ഫോം ചെയ്യുന്നു. ഫിനൈൽ അസറ്റേറ്റിലുള്ള കാർബണൈൽ ഓക്സിജൻ ലോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നു. AlCl3നോട് കോർഡിനേറ്റ് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പിന്നെ കംപ്ലീറ്റ് ക്ലീവേജ് എസ്റ്റർ ബോണ്ടിൽ നടക്കുന്നു. കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു, അൺസ്റ്റേബിൾ ആകുന്നു. അസൈൽ O ബോണ്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്നു. അസൈൽ അയൺ അതായത് CH3CO+ ഇലക്ട്രോഫൈലായിട്ട് മാറി എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു അല്ലെ, ഫിനോക്സൈഡ് AlCl3യിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഇനി അസൈലമൈൻ അറ്റാക്ക് ചെയ്യുന്നത് മറ്റൊരു ഫിനൈൽ റിങ്ങിലേക്കാണ് എന്നുണ്ടെങ്കിൽ CH3CO+ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോഫൈലാണ്. അത് ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ അത് പാരാ പൊസിഷനിലും അറ്റാക്ക് ചെയ്യാം. ഡിഫറെന്റ് ഫിനൈൽ റിംഗ് ഉണ്ട് എന്നിടയിൽ അനദർ മോളിക്യൂളിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അതാണ് ഇന്റർമോളിക്കുലർ അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു, സിഗ്മ കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാകുന്നു. പ്രോട്ടോൺ അവിടെ നിന്ന് പോകുന്നു, പ്രോട്ടോണെ നഷ്ടപ്പെടുന്നു. സിഗ്മ കോംപ്ലക്സ് അയൻ അവിടെ ഫോം ചെയ്യുന്നു, അതായത് അറേനിയം അയൻ അവിടെ ഫോം ചെയ്യുന്നു. H+ അവിടെ നിന്ന് റിലീസ് ആവുന്നു. അത് അരോമാറ്റിക്കലി റീസ്റ്റോർഡ് ആണ്. ഇനി ഹൈഡ്രോളിസിസ് നടക്കും. H2O ഹൈഡ്രോളിസിസ് നടന്നിട്ട് AlCl3 അവിടെ നിന്ന് റിമൂവ് ചെയ്യും. OH ഗ്രൂപ്പ് അവിടെ റീജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓർത്തോ ഹൈഡ്രോക്സി അസറ്റോഫിനോണും പാരാഹൈഡ്രോക്സി അസറ്റോഫിനോണും നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന സമയത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അതാണ് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇവിടെ കണ്ടോ, ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോക്സി അറൈൽ കീറ്റോൺസിന്റെ ഇവിടെ ഇപ്പൊ നമ്മള് തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡ്രഗ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനാൽജസിക്സ് കണ്ടോ, അനാൽജസിക്സ് അല്ല, ആന്റിസെപ്റ്റിക്സ് ഡ്രഗ് ഒക്കെ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു മിനിറ്റ്. ഓക്കെ, ഫ്രൈസ് അറേഞ്ച്മെന്റ് ആപ്ലിക്കബിൾ ആണ്. എന്ത് ഫിനൈൽ എസ്റ്റേഴ്സിനെ ഓർത്തോ ആൻഡ് പാരാഹൈഡ്രോക്സി അറൈൽ കീറ്റോൺസ് ആയിട്ട് എന്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫ്രൈസ് റീ അറേഞ്ച്മെന്റ് നമുക്ക് ഉണ്ട്. അത് നമ്മളിപ്പം ഇവിടെ കിടക്കുന്ന രീതിയിൽ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതോ ഓക്കെ കേൾക്കാം ഓഡിബിൾ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ ആപ്ലിക്കബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ യൂസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റെസോസിനോളിന്റെ ഒരു എക്സാമ്പിൾ ആണ്. റെസോസിനോളാണ്. അതായത് ഫ്രൈസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു റിയാക്ഷൻ ഓഫ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ഇതിലുണ്ട്. സിന്തറ്റിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ്, നമ്മളിപ്പം എന്താ ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ഡ്രഗ്സിനൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കബിൾ ആണ്. ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ഡ്രഗ്സിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിയാക്ഷൻ
ആന്റിസെപ്റ്റിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. അപ്പോൾ ഫ്രൈസ് അറേഞ്ച്മെന്റ് ഒരു സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഉപയോഗിച്ച് ഫിനൈൽ എസ്റ്ററുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രോക്സി അരൈൽ കീറ്റോണുകളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതുകൂടിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോക്സി കീറ്റോണുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്നുകളെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇന്റർമീഡിയറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിസോഴ്സിനോളിനെ ആന്റിസെപ്റ്റിക് ഡ്രഗ് ആക്കി മാറ്റിയ ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിസോഴ്സിനോൾ എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും OH ഗ്രൂപ്പ് വരുന്നതിനെയാണ്. അതിനെ നമ്മൾ റിസോഴ്സിനോൾ അല്ലെങ്കിൽ 1,3-ഡൈഹൈഡ്രോക്സി ബെൻസീൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതൊരു ഫിനോളിന്റെ, ഈ റിസോഴ്സിനോൾ എന്ന് പറയുന്നത് ഒരു ഫിനോളിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ബെൻസീൻ റിങ്ങിൽ 2 OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിസോഴ്സിനോൾ ആണ്. അപ്പോൾ റിസോഴ്സിനോൾ മരുന്നുകൾ നിർമ്മിക്കാൻ നല്ല സ്റ്റാർട്ടിങ് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടെ റിസോഴ്സിനോൾ എടുത്തിരിക്കുന്ന ഒരു റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റിസോഴ്സിനോൾ എടുത്തു, പിന്നെ അസൈലേഷൻ ആണ് നടക്കുന്നത്. എസ്റ്റർ ഫോർമേഷൻ ആണ്. റിസോഴ്സിനോളിനെ ആസിഡ് ആൻഹൈഡ്രൈഡോ അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡോ ഉപയോഗിച്ച് നമ്മൾ അസൈലേഷൻ ചെയ്യുകയാണ്. അപ്പോൾ OH ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു? എസ്റ്റർ ഗ്രൂപ്പ് ആയി മാറും. OH ഗ്രൂപ്പ് എസ്റ്റർ ഗ്രൂപ്പായി മാറും. റിസോഴ്സിനോൾ എന്ത് ചെയ്യും? എസ്റ്റർ രൂപപ്പെടും. അതാണ് ഇത് എസ്റ്റർ രൂപപ്പെടുന്ന ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഫിനൈൽ എസ്റ്റർ ആണ്. പിന്നെ അവിടെ നടക്കുന്നത് ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് ആണ്. ഈ എസ്റ്ററിനെ അൺഹൈഡ്രസ് AlCl3ന്റെ പ്രസൻസിൽ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അവരുടെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് നടക്കും. എന്താണ് സംഭവിക്കുന്നത്? അസൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? എസ്റ്റർ ഓക്സിജനിൽ നിന്ന് വേർപിരിയും അല്ലെ? അസൈൽ ഗ്രൂപ്പ് എസ്റ്റർ ഓക്സിജനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ബെൻസീൻ റിങ്ങിലെ ഓർത്തോ പൊസിഷനിലേക്ക് അല്ലെ പാരാ പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. കണ്ടോ? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഹൈഡ്രോക്സി അരൈൽ കീറ്റോൺ ഉണ്ടായി. അപ്പൊ മെഡിസിനൽ ഇന്റർമീഡിയറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞ് കിട്ടുന്ന കോമ്പൗണ്ട് ഒരു ഹൈഡ്രോക്സി കീറ്റോൺ ആണ്. ഇതൊരു ഫൈനൽ ഡ്രഗ് അല്ല, പക്ഷെ മരുന്ന് നിർമ്മിക്കാൻ വേണ്ട ഒരു ഇന്റർമീഡിയറ്റ് ആണ്. പിന്നീടാണ് അവിടെ എന്ത് നടക്കുന്നത്? ക്ലെമൻസൺ റിഡക്ഷൻ നടക്കുന്നത്. ക്ലെമൻസൺ റിഡക്ഷൻ ഒക്കെ ഓൾറെഡി എനിക്ക് തോന്നുന്നു ആൽഡിഹൈഡ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോ ക്ലെമൻസൺ റിഡക്ഷൻ ഈ ഹൈഡ്രോക്സി കീറ്റോണിനെ, ക്ലെമൻസൺ റിഡക്ഷനിൽ വരുന്ന റിയേജൻസ് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ മെർക്കുറി അല്ലെങ്കിൽ HClന്റെ പ്രസൻസിൽ ഉപയോഗിച്ചാണ് റിഡക്ഷൻ ചെയ്യുമ്പോൾ ഈ CO ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായി മാറും. അതാണ് CO മാറി അവിടെ എന്തായി? CH2 ഗ്രൂപ്പായി. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രോട്ടൊക്കെ വരുമ്പോൾ മൗത്തിലൊക്കെ നമുക്ക് ആന്റിസെപ്റ്റിക് ഇതൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആന്റിസെപ്റ്റിക് പ്രിപ്പറേഷനിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മൗത്തിൽ ത്രോട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ബെൻസീൻ റിങ്ങിലേക്ക് അസൈൽ ഗ്രൂപ്പ് ആവശ്യമായ സ്ഥാനത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തില്ല. ഇപ്പൊ ഇവൻ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ബെൻസീൻ റിങ്ങിലേക്ക് അസൈൽ ഗ്രൂപ്പ് നമുക്ക് എവിടെയാണോ കൊണ്ടുവരേണ്ടത് അവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ഫ്രൈസ് റീഅറേഞ്ച്മെന്റ് ഉപയോഗിച്ചാൽ ഫിനൈൽ എസ്റ്റർ എന്താകുന്നു? ഹൈഡ്രോക്സി കീറ്റോൺ ആകുന്നു. തുടർന്ന് റിഡക്ഷൻ നടത്തി ആന്റിസെപ്റ്റിക് ഡ്രഗ് നിർമ്മിക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, ഇതാണ് ആ ഒരു എന്താ പറയാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ആപ്ലിക്കബിലിറ്റിയിൽ പറയുന്ന കാര്യം. അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇവിടെ കണ്ടോ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായായിരുന്നോ? ഈ അസൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഈ അസൈൽ ഗ്രൂപ്പ് എസ്റ്റർ ഓക്സിജനിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതെന്ത് ചെയ്യുന്നത്? ഓർത്തോ പൊസിഷനിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? അത് ഓർത്തോയിലോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. കണ്ടോ? അത് പാരാ പൊസിഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് ഇവിടുന്ന് പോയി ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തത് കണ്ടോ? മൈഗ്രേറ്റ് ചെയ്തു.
അതിന്റെ ഫലമായിട്ടാണ് അവിടെ ഒരു ഹൈഡ്രോക്സി അരൈൽ കീറ്റോൺ ഉണ്ടായത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്.